മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നയിക്കാൻ ആവശ്യമായ ഫ്രഷ് ട്രിഗറുകൾ ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.1% ഇടിഞ്ഞ് 23,727 ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ ദിവസത്തെ ഒരു റിലീഫ് റാലിയുടെ കണ്ടിന്യൂഷൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിച്ചവർക്ക് നിരാശയായിരുന്നു ഫലം. FMCG, ഓട്ടോ തുടങ്ങിയ ഇൻഡെക്സുകൾ നിഫ്റ്റി 50യെ സപ്പോർട്ട് ചെയ്തെങ്കിലും PSU ബാങ്കും മെറ്റൽ ഇൻഡെക്സിലെയും ഇടിവ് ഇൻഡെക്സ് ഇടിയുന്നതിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്ന് മിഡ് ക്യാപ് ഇൻഡെക്സ് 0.06%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.24% ഇടിഞ്ഞു. വരും ദിവസങ്ങളിലും മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്തും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. മാർക്കറ്റ് ബിയറിഷോ അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ടോ മൂവ്മെൻറ്റ് നടത്തുമെന്ന് പറയുന്നതിന് പിന്നിലെ പ്രധാന കാരണം സ്ട്രോങ് ഡോളർ ഇൻഡെക്സ് കൂടാതെ ഹൈ ബോണ്ട് ഈൽഡ് ഇൻ US. അമേരിക്കയുടെ ഡോളർ ഇൻഡെക്സ് ഉയരുന്നതും ഡോളറിൻ്റെ മൂല്യം ഉയരുന്നതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിങ്ങിന് പ്രേരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ബോണ്ട് ഈൽഡ് ഉയർന്നതും ഇന്ത്യൻ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റിലും വീക്ക്നെസ്സിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിഫ്റ്റി, IT, മീഡിയ, കൺസ്യൂമർ ഡ്യൂറബിൾ, എനർജി, റിയാലിറ്റി തുടങ്ങിയ ഇൻഡെക്സുകളെല്ലാം ഇന്ന് 0.08 മുതൽ 0.56% ഇടിഞ്ഞു. ഓട്ടോ ഇൻഡെക്സ് 0.57%, ഓയിൽ ആൻഡ് ഗ്യാസ്, FMCG തുടങ്ങിയ ഇൻഡെക്സുകൾ 0.54% ഉയർന്നു. സെക്ടോറിയൽ പെർഫോമൻസ് നമ്മൾ പരിശോധിച്ചാൽ ഓട്ടോ സെക്ടർ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. അതേസമയം മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളിലെല്ലാം തന്നെ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. വേദാന്ത എന്ന കമ്പനിയുടെ ഡിവിഡൻഡ് ഡേറ്റ ആയതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ വേദാന്ത 2.4% ഇടിയുകയും ചെയ്തു. നാഷണൽ അലൂമിനിയം, APL, അപ്പോളോ ട്യൂബ്, സെയിൽ, JSW സ്റ്റീൽ, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, രത്നമണി മെറ്റൽ ആൻഡ് ട്യൂബ് തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം 1 മുതൽ 2% ഇടിഞ്ഞത്. അതേസമയം ഓട്ടോ സ്റ്റോക്കുകൾ പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലെ സ്റ്റോക്കുകളും 0.54% ഉയരുകയും ചെയ്തു. ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം 200 ഡേ മൂവിംഗ് ആവറേജ് ഒരു പ്രധാനപ്പെട്ട റേഞ്ചാണ്. കഴിഞ്ഞ 3 ദിവസത്തിന് ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് 200 ഡേ മൂവിംഗ് ആവറേജ് റേഞ്ചിന് താഴെ ക്ലോസിംഗ് നൽകി. ഇത് ഷോർട്ട് ടൈമിൽ ബിയറിഷ് ട്രെൻഡ് തുടരും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഡൗൺ സൈഡിൽ 23,500, 23,400 തുടങ്ങിയ സോണുകളാണ് പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. 23,860 23,860 ഇൻഡെക്സിൻ്റെ പ്രധാന റെസിസ്റ്റൻസായും പ്രവർത്തിക്കും. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ച ഒരു സ്റ്റോക്കാണ് ടാറ്റ ഗ്രൂപ്പിലെ സ്റ്റോക്കുകൾ. മാർക്കറ്റ് ഇന്ന് ചോപ്പി ആയിരുന്നെങ്കിലും ടാറ്റ ഗ്രൂപ്പിലെ പല സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം ഇൻടാക്റ്റ് ആയിരുന്നു. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻട്രാഡേയിൽ 12%, ടാറ്റ ടെക്നോളജി 4%, ടാറ്റ കെമിക്കൽ 3%, ടാറ്റ മോട്ടോഴ്സ് 2%, TCS 1% ഉയർന്നു. ടാറ്റ ക്യാപിറ്റലിൻ്റെ IPOയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ടാറ്റ ഗ്രൂപ്പിലെ സ്റ്റോക്കുകളിൽ ഒരു ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചത്. ആൾറെഡി ടാറ്റ ക്യാപിറ്റൽ ഉൾപ്പെടെയുള്ള NBFC കമ്പനികളെ മാർക്കറ്റിൽ ലിസ്റ്റ് ആക്കണമെന്ന് RBI നിഷ്കർഷിച്ചിരുന്നു. RBIയുടെ ഈ നിഷ്കർഷത പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ടാറ്റ ക്യാപിറ്റലിൻ്റെ IPOയുമായി ബന്ധപ്പെട്ട ഓപ്ഷനുകൾ ടാറ്റ ഗ്രൂപ്പ് മാർക്കറ്റിൽ നിന്നും അറിയുന്നു എന്നുള്ള അപ്ഡേറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ടാറ്റ ഗ്രൂപ്പിലെ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഇവിടെ ടാറ്റ ക്യാപിറ്റലിൻ്റെ IPO വരികയാണെങ്കിൽ IPOയ്ക്ക് ഈ IPOയിൽ നിന്നും ഏറ്റവും അധികം ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 4%, ക്ലോസിംഗ് ബേസിൽ 4%, ഇൻട്രാഡേയിൽ 12% ഉയർന്നു. ആൾറെഡി അപ്പർ ലെവൽ NBFC കമ്പനികളെല്ലാം മാർക്കറ്റിൽ ലിസ്റ്റ് ആയിരിക്കണമെന്ന് RBI നിർദ്ദേശം പുറത്തുവിട്ടിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് പോലുള്ള കമ്പനികൾ മാർക്കറ്റിൽ ലിസ്റ്റ് ആവുകയും ചെയ്തു. ഇനി ടാറ്റ ക്യാപിറ്റൽ എന്ന കമ്പനിയാണ് മാർക്കറ്റിൽ ലിസ്റ്റ് ആകാൻ പോകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. കാരണം ടാറ്റ ക്യാപിറ്റലിൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ്. മുമ്പ് ടാറ്റ ടെക്നോളജിയുടെയും സിഗ്നിഫിക്കൻ്റ് ഷെയർ കമ്പനി ഹോൾഡ് ചെയ്തിരുന്നു. അന്ന് ടാറ്റ ടെക്നോളജിയുടെ IPO വന്ന സമയത്ത് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സ്റ്റോക്ക് 9,700 എന്ന ലെവൽ വരെ എത്തി. അതിനുശേഷം കഴിഞ്ഞ 1 വർഷമായി സ്റ്റോക്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഇനി ഇവിടെ നിന്നും അതായത് ടാറ്റ ക്യാപിറ്റലിൻ്റെ IPOയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വരുമ്പോൾ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സ്റ്റോക്ക് വീണ്ടും ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്